എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് മത്തൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ പായസം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ മത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അധികം കളറുള്ള മത്തനല്ല. ഇനി നമുക്ക് ഈ ഒരു മത്തനെ ഒന്ന് 4 5 ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ഒരു കുരു എല്ലാം ഒന്ന് മാറ്റി പുറം തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ മത്ത എടുക്കുമ്പോൾ നല്ല കളറുള്ള മത്ത എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ അകത്തുള്ള ആ ഒരു കുരു എല്ലാം ഒന്ന് മാറ്റി, ആ സ്പോഞ്ചായിട്ടിരിക്കുന്ന എല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമ്മളിതിൻ്റെ ആ ഒരു പുറം തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റു പായസങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറം തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ ഒരു മത്തൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളിതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ മത്തനെ തന്നെ വെള്ളം നല്ലതുപോലെ ഊറി വരും കേട്ടോ. അതിനുശേഷം 2 വിസിലുകൊണ്ട് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇവിടെ 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ആ ഒരു നെയ്യിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മത്തനും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് ഉടച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. നല്ലതുപോലെ വെന്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാം ചവ്വരി നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചവ്വരി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിവിടെ അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയാണ്. ഞാൻ 300 ഗ്രാം ശർക്കര 1.5 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ശർക്കര പാനിയും ചേർത്തിട്ടില്ല. മധുരം നോക്കി വേണം ഞാൻ ചേർത്ത് കൊടുക്കാൻ. കാരണം അധികം മധുരമായി കഴിഞ്ഞാൽ പായസമൊക്കെ കുടിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടം കാണില്ല. അപ്പോൾ നമ്മൾ മധുരം നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പും കുറച്ചും കൂടി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പുട്ടിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുകയാണ്. നമ്മൾ ഈ പുട്ടിൻ്റെ പൊടി ചേർക്കുന്നതിന് പകരം കുറച്ച് പച്ചരി ഒന്ന് വറുത്ത് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ അധികം മധുരം ചേർത്തിട്ടില്ല, എങ്കിൽ തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. നമ്മൾ ഏത് പായസം ഉണ്ടാക്കിയാലും മധുരം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം കുടിക്കാൻ തോന്നില്ല. അപ്പോൾ മധുരം ഒന്ന് കുറഞ്ഞ് ഇരുന്നാൽ നമുക്ക് നല്ലതായിട്ട് കുടിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങാപ്പാൽ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ 2ാം പാൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ കുറുകി കട്ടിയായി കിട്ടും. കണ്ടോ, ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുത്താൽ നമ്മൾ പിന്നെ അത് തിളപ്പിക്കാനൊന്നും പാടില്ല, തീ ഓഫ് ചെയ്തോണം. അപ്പോൾ നല്ല കട്ടിക്ക് കുറുകി എടുത്ത ഒരു തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ ഒരു ചൂടിൽ തന്നെ അതൊന്ന് നല്ലതുപോലെ ചൂടായി കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമുക്ക് ചൂടാറാൻ വേണ്ടി, ചൂടാറുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ.
അപ്പോൾ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മത്തൻ കൊണ്ടുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കുന്നത് ബോളിയും കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പാൽപ്പായസത്തിന് മാത്രമാണല്ലോ ബോളി കഴിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ബോളി കൂട്ടി ഈ പായസം ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൻ വേൾഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.